my dears, welcome back to our YouTube channel. ഇന്നത്തെ ചാനലിൽ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആണ്. ഹോൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതും അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നതൊക്കെ റിവ്യൂ മെയിൻ ആയിട്ടില്ല, എന്നാലും കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ട് അത് പരിചയപ്പെടുന്നതാണ് ഹോൾ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഹോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിലും ഇതേപോലെ മുന്നും ഞാൻ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ സ്കിൻ എങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാം, എപ്പോഴും നമുക്ക് ഉള്ള സൗന്ദര്യം എങ്ങനെ കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ പലതരത്തിലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളതും. സോ ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കെമിക്കൽസിനേക്കാളും കൂടുതൽ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. അതും നാച്ചുറൽ ആയിട്ട് എന്ന് പറയുമ്പോൾ പലരും DIY അത്ര ഓപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഉണ്ടാക്കി അതൊക്കെ ചെയ്യാനുള്ള ഒരു മെനക്കെട് ഓർത്തിട്ടായിരിക്കും പലരും DIY അത്രയും യൂസ് ചെയ്യാത്തത്. എന്നാൽ പോലും നാച്ചുറലായിട്ട് നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ടെന്ന് കാണുമ്പോൾ പലരും അതിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് ഇപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക ടർമറിക് അല്ലെങ്കിൽ നീം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടൻസ്, അതായത് അല്ലെങ്കിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല എക്സ്ട്രാക്ട്സ് ഒക്കെ ഉള്ള, അതായത് കുറച്ചും കൂടി നാച്ചുറൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ എപ്പോഴും നമ്മൾക്ക് കുറച്ചും കൂടി ഈഗർനെസ് കൂടുതലാണ് അല്ലേ? അപ്പോൾ ആ ഒരു സ്ട്രീമിൽ പെട്ടെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ എന്താ പറയുക DIY അല്ലെങ്കിലും കുറച്ച് നാച്ചുറൽ അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആയുർവേദിക് ആകുമ്പോൾ ഒരുപാട് സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ഒക്കെ കുറവായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾക്ക് ആ ഒരു രീതിയിൽ വരുന്നത്. സോ ഇന്നത്തെ പ്രൊഡക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഹോൾ എന്ന് പറയുന്നത് കാമ ആയുർവേദയുടെ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയും കാമ ആയുർവേദയുടെ പ്രൊഡക്ട്സ്. അതൊരു ആയുർവേദിക് പ്രൊഡക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ബ്യൂട്ടിയും വെൽനെസ്സും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പർട്ടിക്കുലർ ബ്രാൻഡാണ് കാമ ആയുർവേദയുടെ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. ആ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ കം ഹോൾ വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ ഇത് ആക്ച്വലി ഒരു ഹോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിയതല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. നിങ്ങൾക്കും കൂടി അതിൻ്റെ ഒരു ഹോൾ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ വീഡിയോസ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. സ്കിൻ കെയർ ഹൈഡ്രേഷൻ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൽ 2-3 പ്രൊഡക്ട്സ് ഈ കാമ ആയുർവേദയുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത്. റോസ് വാട്ടർ ആക്ച്വലി നമ്മുടെ സ്കിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും അല്ലെങ്കിൽ സ്കിന്നിനെ ഒരുപാട് ഡ്രൈ അല്ലാണ്ട് നമുക്കൊരു ഫ്രഷ് ഫീൽ തരാനും ഈ റോസ് വാട്ടർ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ കാമ ആയുർവേദയുടെ റോസ് വാട്ടർ ഒന്നുകൂടി കാണിച്ചു തരാം. സോ ബേസിക്കലി ഞാൻ ഇതൊരു ചെറിയ കണ്ടന്റ്, അതായത് ചെറിയ ml റോസ് വാട്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആക്ച്വലി കാമ ആയുർവേദ പ്രൊഡക്ട്സിന് കുറച്ച് പ്രൈസ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നും, ബട്ട് സ്റ്റിൽ അത് ഇത്തിരി ജെന്യുവൻ പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നൊരു ഹോൾ വീഡിയോ ആയിട്ട് വന്നത്. സോ ബേസിക്കലി ഇത് പല ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ് റോസ് വാട്ടർ. ആക്ച്വലി ഈ റോസ് വാട്ടർ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഈ പറയുന്ന പോലെ DIY ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണല്ലോ എങ്ങനെ പോയാലും ഈ പ്രൊഡക്ട്സ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു നല്ല റോസ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പല റോസ് വാട്ടേഴ്സ്, പലതരത്തിലുള്ള റോസ് വാട്ടേഴ്സ് കടകളിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റിൽ ഒരു നല്ല അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫീലിംഗ് അല്ലെങ്കിൽ കുറച്ച് നാച്ചുറൽ ആണെന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാമ ആയുർവേദയുടെ റോസ് വാട്ടർ. സോ ബേസിക്കലി ഇതൊരു ഫേസ് മിസ്റ്റ് ആൻഡ് ബോഡി മിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇത് വളരെ വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോസ് ഡെമാസൻസ് ഫ്ലവർ വാട്ടർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. റോസ് വാട്ടർ തന്നെയാണ്, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഇതൊരു നാച്ചുറൽ ആസ്ട്രിഞ്ചൻ്റ് ആണ്, നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അതേപോലെ നമ്മുടെ മുഖത്തുള്ള പോഴ്സ് ഒക്കെ ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകിയതിന് ശേഷം റോസ് വാട്ടർ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്കൊരു നല്ല ഫ്രഷ് ഫീലും തോന്നും, നല്ല എനർജറ്റിക്, എന്താ പറയുക, ഒരു നല്ല ഫീൽ. നമുക്കിങ്ങനെ ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു ഫീൽ ഒരിക്കലും തോന്നില്ല. ഇതിപ്പോൾ രാവിലെ എന്നല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു ഫ്രഷ് ഫീലിംഗ് എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒരു പെർഫ്യൂം എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ നമുക്കൊരു ബോഡി മിസ്റ്റായിട്ട് വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലും ഇത് അപ്ലൈ ചെയ്യാം. സോ വെരി ലൈറ്റ് റോസ് സ്മെല്ലാണ്, നമുക്ക് ഒരിക്കലും കുത്തണ പോലെ ഒരു സ്മെല്ല് തോന്നില്ല. സോ ദിസ് ഇസ് വെരി ഹൈലി റെക്കമെൻഡഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് മേടിക്കാം. സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതായ കാരണം കൊണ്ട് എല്ലാം ഞാൻ മേടിച്ചിരിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളതാണ് കേട്ടോ.
അടുത്ത പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഫേസ് ക്ലെൻസർ യൂസ് ചെയ്ത് മുഖം രാവിലെ വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു. മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ. ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് കാമ ആയുർവേദയുടെ റോസ് ജാസ്മിൻ ഫേസ് ക്ലെൻസർ ഇതിന് വേണ്ടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആണ്, ജസ്റ്റ് വാട്ടറി കൺസിസ്റ്റൻസി ആണ്, മാത്രമല്ല ഒരുപാട് ഫോമിങ്ങും അല്ല. ആക്ച്വലി നമുക്ക് പണ്ടൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഫേസ് വാഷിങ് ഫേസ് ക്ലെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പതയണം എന്ന്. പക്ഷെ ഇത് അതിൻ്റെ ആവശ്യമില്ല, പതഞ്ഞില്ലെങ്കിൽ പോലും, അതായത് ഒരുപാട് പതയുണ്ടാവില്ല, ലൈറ്റായിട്ട് ഒരു ചെറുതായിട്ട് ഒരു വൈറ്റ് കളർ പോലെ പത ചെറുതായിട്ട് വരുന്നത് പോലെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ ഓയിൽ കണ്ടന്റും ഡേർട്ട് കണ്ടന്റും ഓഫ് കോഴ്സ് ഇത് നല്ലപോലെ ക്ലിയർ ചെയ്യും. സോ ക്ലെൻസർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കാമ ആയുർവേദയുടെ റോസ് ജാസ്മിൻ ക്ലെൻസർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ റോസിൻ്റെയും ജാസ്മിൻ്റെയും ഒരു കുത്തണ സ്മെല്ലോ അല്ലെങ്കിൽ കുത്തണ ഫീലോ ഹെവി ആയിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേ സീഡ് ഓയിൽ, സാലിസിലിക് ആസിഡ്, വളരെ മുഖത്തിന് സാലിസിലിക് ആസിഡ് കെയറിങ്ങിന് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ റോസ് ജാസ്മിൻ എക്സ്ട്രാക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ട് മുഖം കഴുകുക, ലൈറ്റ് വാട്ടറിൽ വെള്ളത്തിൽ കഴുകുക, കുറച്ച് ക്ലെൻസർ എടുക്കുക, വാഷ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഫേസ് വിൽ ബി റിയലി ക്ലീൻ. അതിനുശേഷം നമ്മുടെ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ഫേസിന് വേറെ കെയറിങ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു 2-3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ യുവർ ഫേസ് വിൽ ബി ക്ലീൻ ആൻഡ് ഫ്രഷ്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ സ്ക്രബ് യൂസ് ചെയ്ത് നമ്മളെപ്പോഴും ഫേസ് വാഷ് ചെയ്യണം എന്ന് പറയല്ലേ, അല്ലെങ്കിൽ ഫേസ് ക്ലീൻ ചെയ്യണം വൺസ് ഇൻ എ വീക്ക്, അല്ലെങ്കിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ബൈ വീക്ക്ലി ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ കുഴികൾ ഉണ്ടായിരിക്കും. അതായത് ആ ഓപ്പൺ പോസിലെല്ലാം ഡേർട്ട് കയറി അത് പിന്നീട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്ക്രബ് ചെയ്യണം എന്ന് പറയുന്നത്. സ്ക്രബ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിനൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്ക്രബ് എന്ന് പറയുന്നത് ഞാനിവിടെ കുങ്കുമാരി ബ്രൈറ്റനിങ് ആയുർവേദിക് ഫേസ് സ്ക്രബാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റാണ്. അതിൽ ലൈറ്റ് ആയിട്ടുള്ള സ്ക്രബിങ് മെറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം നമ്മുടെ സ്ക്രബ് കുറച്ചെടുത്ത് ജെന്റ്ലി വളരെ പതുക്കെ, അതായത് സ്ക്രബാന്ന് വെച്ചാൽ നമ്മൾ മുഖം അങ്ങനെ പിടിച്ച് ഉരച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള സ്ക്രബിങ് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ മുഖമാണ് അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും എപ്പോഴും ഫേസിൽ ഉണ്ടാവുക. സോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുഖത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും നമ്മളൊരു കെയർ ചെയ്യണം. ബേസിക്കലി ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറില്ല, വീക്ക്ലി വൺസ് ഒക്കെ ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കാറുണ്ട്. ഇത് പറഞ്ഞ പോലെ സ്മോൾ ക്വാണ്ടിറ്റിയിലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കാണുമ്പോൾ വളരെ ചെറിയൊരു കുപ്പിയാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പാമരാതി തൈലമാണ്. നാൽപ്പാമരാതി തൈലം നിങ്ങൾ പലപ്പോഴും മുന്നും കേട്ടിട്ടുണ്ടായിരിക്കും. സ്കിന്നിൻ്റെ അല്ലെങ്കിൽ സ്കിൻ റേഡിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റ്നെസ്സിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുഖത്തുള്ള ചെറിയ ചെറിയ കറുത്ത പാടുകൾ അല്ലെങ്കിൽ കുരുവിൻ്റെ പാടുകൾ, കുരുവല്ല കേട്ടോ, കുരുവിൻ്റെ പാടുകൾ വന്നിട്ട് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ പാടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പോൾ കാമായുർവേദയുടെ മാത്രമല്ല, നമ്മൾ ബേസിക്കലി നാൽപ്പാമരാതി തൈലം റെക്കമെൻഡ് ചെയ്യുന്നതും സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് ഇതിൽ കണ്ടിട്ടുണ്ട്, ഇപ്പം പ്രീ വെഡ്ഡിങ് പ്രിപ്പറേഷനിൽ നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് പറയുന്ന പോലെ തന്നെ ഇതൊരു തൈലമാണ്. നമ്മൾ പറയുന്ന ബാക്കിയുള്ള പ്രൊഡക്ട്സിലൊന്നും ഇല്ലാത്ത ബാക്കി എല്ലാ പ്രൊഡക്ട്സിലും ഒരു ലൈറ്റ്ലി പെർഫ്യൂംഡ് സ്മെല്ലുണ്ട്. ഇത് ഒറിജിനൽ തൈലത്തിൻ്റെ മണമാണ്. അത് കുഴമ്പും മെയിനിൽ തേക്കില്ലേ, ആ തൈലത്തിൻ്റെ അതേ മണമാണ്. അത്രയും സ്ട്രോങ് അല്ല, പക്ഷേ സ്റ്റിൽ ഇതൊരു തൈലത്തിൻ്റെ. ഞാനിത് ഓൾറെഡി കുറച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 month എടുക്കും എന്നാണ് എപ്പോഴും എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. സോ എന്തായാലും എൻ്റെ മുഖത്തായാലും ഞാനിപ്പം പണ്ട് കുരുവൊക്കെ വന്നപ്പം ഒട്ടിച്ചിട്ട് അതിൻ്റെ പാടുകളൊക്കെ എൻ്റെ മുഖത്തുണ്ട്, നിങ്ങൾക്ക് പറയുന്നതാണ്. അപ്പം ആ പാടുകളൊക്കെ മാറുമോ എന്ന് നമുക്ക് എത്രത്തോളം, മാത്രമല്ല ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ആക്ച്വലി ഒരു 2-3 ഡ്രോപ്പ് എടുത്ത് മുഖത്ത് തേക്കേ വേണ്ടൂ. സ്റ്റിൽ ഇതിനൊരു യെല്ലോ കളർ ഉണ്ടായിരിക്കും. ഇത് എന്താണ് റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇത് തേച്ചിട്ട് കിടക്കുക, എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഫേസ് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ അത്രയും അബ്സോർബ് ചെയ്യും നമ്മുടെ സ്കിന്നിലേക്ക് എന്നാണ് പറയുന്നത്. അത്രയും ടൈം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒക്കെ എടുക്കണതിന് ഒരു 1 hour മുന്നേ തേക്കുക.
തേക്കാന്ന് വെച്ചാൽ അത് കുഴമ്പ് പോലെ വല്ലാണ്ട് വരി തേക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ഡ്രോപ്പ് മാത്രം എടുത്ത് ഫേസിൽ ഡാബ് ചെയ്തിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ആ ഒരു സ്മെല്ല് ചിലപ്പോൾ എത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് ഞാൻ ഒരുപാട് കണ്ടു. അപ്പം ഞാൻ ആക്ച്വലി ഇത് എന്തായാലും ഒരു 1 month യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളോട് പറയാം. സോ ബേസിക്കലി ഈ കാമ ആയുർവേദ പ്രൊഡക്ട്സ് എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. മാത്രമല്ല നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ പല ക്വാണ്ടിറ്റീസിൽ ഇവരുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. സോ ഇന്ന് എൻ്റെ കയ്യിൽ ഇത്രയും പ്രൊഡക്ട്സുകളാണ് ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നിയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ കാണിച്ചത്. സോ ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ഇതേപോലെ തന്നെ സ്കിൻ കെയർ, ഹെയർ കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ എന്താ പറയേണ്ടത്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തായാലും. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.